രാവിലെ തന്നെ ജാസ്മിൻ നാണം കെട്ടിയിരിക്കുക. ജിൻഡോയാണ് പുതിയ ക്യാപ്റ്റൻ. ജിൻഡോയോട് കളിക്കാൻ ആരും നിൽക്കണ്ട. ജിൻഡോയാണ് പുതിയ ക്യാപ്റ്റൻ പദവിയിലേക്ക് എത്താൻ പോകുന്നതെങ്കിൽ പോലും അത് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും രാവിലെ തന്നെ പൊരിച്ചിരിക്കുകയാണ് ജിൻഡോ. വേറെ ആരുമല്ല, ജാസ്മിനെയാണ് ജിൻഡോ എടുത്ത് കുടഞ്ഞിരിക്കുന്നത്. ജാസ്മിനും ഗബ്രിയും രാവിലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ഥിരം പ്ലേസിൽ തന്നെയാണ്, അതായത് ആ 2 വാഴകളുടെ ചോട്ടിൽ. ജാസ്മിൻ മൈക്ക് ഊരി വെച്ചിട്ട് പൊതുപ്പ് പൊതിച്ചിട്ടാണ് അവിടെ കിടന്ന് സംസാരിക്കുന്നത്. ഇത് കണ്ടാൽ അവിടെയുള്ള വീട്ടിലെ പവർ റൂമുകാർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആരും പ്രതികരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പരിപാടി ജാസ്മിൻ കാണിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ഒരുപാട് തവണ നമ്മുടെ ബിഗ് ബോസ് ആണ് തന്നെ പല തവണ അത്രയും മോശം രീതിയിൽ വാണിംഗ് കൊടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ജിൻഡോ ജാസ്മിൻ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ജാസ്മിൻ എന്ന് ഉറക്കെ വിളിക്കുന്ന സമയത്ത് ജാസ്മിൻ ഞെട്ടി എണീക്കുന്നുണ്ട്. എന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജിൻഡോ ദേഷ്യപ്പെട്ട മാതിരി പറയുന്നുണ്ട്, മൈക്ക് തരിക്കടി എന്ന് പറയുന്നുണ്ട്. മറുപടിയായിട്ട് ജാസ്മിൻ പോടോ എന്ന് വളരെ തർക്കുത്തരം പറയുന്ന മാതിരി ഒന്ന് പോടോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്കും വീണ്ടും ജിൻഡോ പറഞ്ഞ്, ഒന്ന് പോടോന്നോ, നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മൈക്ക് വെച്ചിട്ട് വേണം സംസാരിക്കാൻ എന്ന് ജിൻഡോ വീണ്ടും പറയുവാണ്. ആ സമയത്തും ജാസ്മിൻ ഒരു കുസലില്ല. ജാസ്മിൻ വീണ്ടും പറയാണ്, ഒന്ന് പോടോ പൊച്ച് ചെറുക്ക എന്നുള്ള രീതിയിൽ ഒരു സംസാരം പറഞ്ഞാൽ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തെറി പറയാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ഒന്ന് പോടോ കൊച്ചു ചെറുക്ക എന്നുള്ള രീതിയിൽ പറയുന്നത്. കാരണം ബാക്കി തെറികളൊന്നും പറയാൻ പറ്റാത്ത സമയത്താണ് ആ ഒരു വേർഡ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ജിൻഡപ്പനും കലിതുള്ളി. അപ്പോൾ ജിൻഡപ്പൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നീ പോടി, നിനക്ക് ഇവിടെ മൈക്കിട്ട് സംസാരിക്കാൻ പറ്റില്ല എങ്കിൽ നീ നിന്റെ വെട്ടിയും കിടക്കി എടുത്ത് നീ ഒന്ന് പോയി താ എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. ഒക്കെ കേട്ടിട്ടും വീണ്ടും ജാസ്മിൻ പറയുന്നത്, താൻ പോടോ, താൻ കൊണ്ടുപോയി കേസ് കൊടുക്ക്, എനിക്ക് സൗകര്യമില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ വീണ്ടും പറഞ്ഞത്. ഇത് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴാണ് ജിൻഡോ അത് ചൂണ്ടിക്കാട്ടിയത്. ഒരു തവണയല്ല ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അപ്പോഴും ഭയങ്കരമായ തർക്കുത്തരം പറയുവാണ്. ആ തെറ്റ് മാറ്റാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഈ ജാസ്മിൻ്റെ വായനിങ്ങനെയൊക്കെ പറഞ്ഞത് ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് അണ്ണനെ പിടിച്ചില്ല. അപ്പോൾ ബിഗ് ബോസ് അണ്ണൻ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുന്നതിന് മുൻപ് തന്നെ അനൗൺസ് അങ്ങ് ചെയ്തു, ജാസ്മിൻ മൈക്ക് ധരിച്ച് സംസാരിക്കുക എന്ന്. ആ സമയത്ത് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത്. അതായത് ഇത്രയും പറഞ്ഞിട്ടും കേട്ടില്ല. എന്നിട്ട് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് കൂക്കി വിളിച്ച് നാണം കെട്ട് എന്താ പറയുക, നമ്മൾ അത്രയും നാണം കെടുത്ത രീതിയിൽ ജിൻഡു അത് ഡീൽ ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാരണം അപ്പുറത്ത് പോയിരുന്ന് അത് കൂക്കി വിളിച്ച്, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, ഞാൻ പറഞ്ഞതല്ലേ, നീ ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ കൂക്കി വിളിച്ചിട്ട് ആകെ ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് ഇരുന്നിട്ട് നമ്മുടെ അഭിഷേക് ജയദീപൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. നമ്മുടെ ജിൻഡോ ഓപ്പൺ ആയിട്ട് അത്രയും നല്ല രീതി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പറഞ്ഞതായിരുന്നു ആദ്യം, നീ മൈക്ക് ധരിക്കുക എന്നിട്ട് സംസാരിച്ചാൽ മതിയെന്ന്. നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിലും കൂടി വാണിംഗ് കൊടുത്തതോട് കൂടിയിട്ട് ഓടിപ്പോയി പേടിച്ച് വിറച്ചിട്ടാണ് മൈക്കൊക്കെ ധരിച്ചിട്ട് പിന്നീട് ജാസ്മിൻ ഇരിക്കുന്നത്. എന്തോന്നടേ ഇതൊക്കെ കാണിച്ച് കൂട്ടുന്നത്, അത്രേ പറയാനുള്ളൂ. എന്തോന്ന് കാണിക്കുന്നതിനോടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ